നിൻ്റെ അപ്പോയിൻമെൻറ്റ് വെളിപ്പെടുന്നത് നിൻ്റെ ആരാധനയ്ക്കകത്ത്. യുവർ അപ്പോയിൻമെൻറ്റ് to your calling, the thing which you have called to be, will be revealed in your worship. കാരണം Matthew chapter 28 verse 17 or 18, I guess, അതിനകത്ത് before Jesus giving the Great Commission, it's a word written here in our Bibles that they worshipped him. Verse 17, they worshipped him. അപ്പം മലയാളത്തിൽ ഈ പദം അവനെ നമസ്കരിച്ചു വന്നു. മലയാളം ഇസ് നോട്ട് അത്ര ആക്യുറേറ്റ് ട്രാൻസ്ലേഷൻ വരുന്നില്ല. പക്ഷേ ടുഡേ മോർണിംഗ് ഞാനത് ഗ്രീക്കിലെടുത്ത് വായിച്ചു. പിന്നെ റെഡിറ്റ് ഇൻ ഗ്രീക്ക് അവിടെ എഴുതിയേക്കുന്ന പദം പ്രൊസ്ക്യൂനിയോ എന്ന പദമാണ്. ഈ വാക്ക് ഇവിടെ വർഷിപ്ഡ് എന്ന് പറഞ്ഞതിന് പ്രൊസ്ക്യൂനിയോ എന്ന വാക്ക് എഴുതിയിരിക്കുന്നത്. ഈ പ്രൊസ്ക്യൂനിയോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ വീണ് ആരാധിച്ച ആരാധനയാണ് പ്രൊസ്ക്യൂനിയോ. അപ്പം ഈ വേർഷിപ്പ് വെളിപ്പെടുമ്പം ഇത് സംഭവിക്കുന്നത് ക്രൈസ്റ്റ് എന്ന വ്യക്തി റിവീലായിട്ടുള്ള വേർഷിപ്പിനകത്ത് നിൻ്റെ കോളിംഗ് ഫുൾനെസ്സിനകത്തേക്ക് വെളിപ്പെടും. Hallelujah. So worshiping God from your heart is very essential. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ചൂട് തട്ടുമ്പം മുട്ട വിരിയും. ഈ ചൂട് തട്ടണമെങ്കിൽ you have to be covered under this. Hallelujah. And worship is a place of intimacy. Hallelujah. Worship is a place of intimacy. Hallelujah. ആഴമായ ഒരു ബന്ധത്തിൻ്റെ സ്ഥലമാണ് ആരാധന. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇതിലും കൂടെ ഓർമ്മിപ്പിക്കുന്നു, ആരാധിക്കുന്നവരായി മാറുക എന്ന് വെച്ചാൽ നമ്മുടെ മലയാളി കൾച്ചറിനകത്ത് ഇൻ അവർ മലയാളി അണ്ടർസ്റ്റാൻഡിങ് ഓർ കേരള കൾച്ചർ നമ്മുടെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടും, രണ്ടാമത്തെ പാട്ട് തീരാറാകുമ്പം കൈയടിച്ച് സ്പീഡിലായിട്ട് 10-16 അന്യഭാഷ പറഞ്ഞ ആരാധന കഴിഞ്ഞു. അതല്ല ആരാധന. Yes, that's about a worship. Wonderful. Speaking in tongues is good. Clapping hands is good. Singing is good. But singing or worship, speaking in tongues or clapping hands, this is not worship. It's a part of worship. It is worship. പക്ഷേ the real worship is you acknowledging God. ദൈവത്തെ അറിയുന്നതാണ് ആരാധന. 2, ദൈവം എനിക്ക് തരാത്തതൊന്ന് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. Worship, number 1 is acknowledging God. Number 2 is giving something to God which He has not given to me. കർത്താവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരാധന തന്നിട്ടുണ്ടോ? Has God given worship to any of you? Hallelujah. Bible says ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവനേ ഉള്ളൂ. Only one person who's worthy of all the praises, who's worthy of all the worship. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് ഞാൻ എൻ്റെ ലൈഫിനെ മൂവ് ചെയ്യുന്നതാണ് പ്രൊസ്ക്യൂനിയോ അല്ലെങ്കിൽ വർഷിപ്പ്. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ ലൈഫ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ പ്രസൻസുമായിട്ട് കണക്റ്റ് ആകുന്നത്. ഈ പ്രസൻസുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കും. ഐ എം ഓൾവേസ് ഗിവിങ് ഗ്ലോറി ടു ഗാഡ്. വെൻ യു ആർ ഗിവിങ് ഗ്ലോറി ടു ഗാഡ്, വാട്ട് ഹാപ്പൻസ് ഇസ് ഹിസ് പ്രസൻസ് കംസ് അപ്പോൺ യു. ബൈബിൾ സേസ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ് ഈസ് എൻത്രോൺഡ് അപ്പോൺ ദ പ്രൈസ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ സ്തുതികളിൻ്റെ മീതെ വാസം ചെയ്യുന്നവനായ ദൈവം. For when you start worshiping God, when your life starts to become a worship, നിങ്ങളുടെ ജീവിതം ആരാധനയായി മാറാൻ തുടങ്ങുമ്പോൾ നിന്റെ മേൽ ദൈവ സാന്നിധ്യം വസിക്കാൻ തുടങ്ങും. ദൈവ സാന്നിധ്യം നിന്റെ മേൽ വസിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ മേൽ ഗ്ലോറി വെളിപ്പെടാൻ തുടങ്ങും. നിന്റെ മേൽ ഗ്ലോറി വെളിപ്പെടുമ്പോഴാണ് നിന്റെ കോളിംഗ്, നിന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്തേക്ക് നീ വേർതിരിയപ്പെടുന്നത്. ഹല്ലേലൂയ.